ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സുരക്ഷയ്ക്കായി എത്തിയ CRPF ഉദ്യോഗസ്ഥരുടെ ചെലവ് ആര് വഹിക്കുമെന്ന കാര്യത്തിൽ അവ്യക്തത തുടരുന്നു. കേന്ദ്രമോ സംസ്ഥാനമോ ചെലവ് വഹിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഇതുവരെ അന്തിമ തീരുമാനമായിട്ടില്ല. വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം കാത്തിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഗവർണർക്ക് അധിക സുരക്ഷ വേണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടില്ല. കേന്ദ്രമാണ് ഇവരെ നിയോഗിച്ചത്. ഇക്കാരണത്താൽ തന്നെ ഇതിനായി കേന്ദ്രം തന്നെ പണം ചെലവഴിക്കട്ടെ എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇത് സംബന്ധിച്ച കത്ത് നൽകുമ്പോഴേ വിഷയത്തിൽ വ്യക്തത വരൂ. ഒരുപക്ഷെ സംസ്ഥാനം ചെലവ് വഹിക്കണം എന്ന നിർദ്ദേശം വരികയാണെങ്കിൽ രാജ്ഭവൻ സംസ്ഥാനം നൽകുന്ന ഫണ്ടിൽ നിന്ന് ഇതിനുള്ള പണം വകയിരുത്താനായിരുന്നു സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുക. ഇതിൽ അന്തിമ തീരുമാനം മുഖ്യമന്ത്രിയായിരിക്കും എടുക്കുക. മേൽ സംഭവത്തെയും സുരക്ഷാ വീഴ്ചയെയും കുറിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ട് തേടിയിരുന്നു. ഇത് വേഗത്തിൽ നൽകാനാണ് ചീഫ് സെക്രട്ടറി ശ്രമിക്കുന്നത്. കേന്ദ്രസേനയെ ഗവർണറുടെ സുരക്ഷ ഏൽപ്പിക്കുന്നത് മുതൽ ഔദ്യോഗിക ചെലവുകൾ വരെ എല്ലാ കാര്യത്തിലും സംസ്ഥാന സർക്കാരുമായി ആലോചിച്ച് രാജ്ഭവന് മുന്നോട്ട് പോകാനാവൂ. ഇതുതന്നെയാണ് വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് മേൽക്കൈ നൽകുന്ന പ്രധാന ഘടകങ്ങളിലൊന്ന്. ഏതായാലും വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടായേക്കും. അതേസമയം ഗവർണറുടെയും രാജ്ഭവന്റെയും സുരക്ഷ CRPF കൈമാറിയിട്ടും സംസ്ഥാനത്തെ ഇക്കാര്യം കേന്ദ്രവും രാജ്ഭവനും അറിയിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. പള്ളിപ്പുറം ക്യാമ്പിൽ നിന്നുള്ള 17 അംഗ CRPF സംഘം രാജ്ഭവനിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ സുരക്ഷാ ചുമതല ഏറ്റെടുത്തിട്ടുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ് ഇതുവരെ സംസ്ഥാന സർക്കാരിനോ പോലീസിനോ ലഭിച്ചിട്ടില്ല. ഇതോടെ സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിലും വ്യക്തത വന്നിട്ടില്ല. എന്ത് സുരക്ഷയാണ് കേന്ദ്രം ഒരുക്കുന്നത്? സംസ്ഥാന പോലീസിന്റെ ചുമതല എന്താണ് എന്ന കാര്യത്തിൽ വ്യക്തത വരാനുണ്ട്. നിലവിൽ പോലീസ് തുടരുന്ന സുരക്ഷ ഇതുവരെ പിൻവലിച്ചിട്ടില്ല. നാളെയോടെ കൂടുതൽ CRPF സംഘം രാജ്ഭവനിൽ എത്തിയേക്കുമെന്നാണ് സൂചന. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.